ഒരാൾക്ക് കുട്ടി ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ജീലാനി ഞങ്ങൾ എടുത്തുണ്ട്. ഞാൻ ഒരു ആൺകുട്ടിനെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് പെൺകുട്ടിയായി പോയി പാപ്പ. അപ്പൊ അങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയിക്കോ. അതിന്റെ ആ വിശുദ്ധായിട്ട് അതിന്റെ മുണ്ടൊക്കെ ഇങ്ങനെ ഇട്ട ആ ഭാഗത്തു നിന്നൊക്കെ മുണ്ടൊക്കെ നേരെ കിട്ടുകൊടുത്ത് പോയിക്കോ. അത് ആൺകുട്ടി തന്നെയാണ്. പെരി ചെന്നോക്കും ജനിച്ച പെൺകുട്ടി അവിടെ വീട്ടിലെത്തിയപ്പോൾ ആൺകുട്ടിയായിരിക്കുന്നു. ഫിരിഹിൽ ഖാത്തിറിൽ കാണാം. അങ്ങനെ എത്ര 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 സംഭവങ്ങളാണല്ലോ ജീലാനി പാപ്പാനും. അത് അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഒരു തള്ളുമാല ആണ് ഞാൻ ഇതിനിടയ്ക്കൊരു തള്ളുമാലയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിൽ മുഴുവൻ കാണിച്ചില്ല. 2-3 വീഡിയോ കാണിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതിൽ തള്ളുമാല ഇന്ന് കുറച്ച് വീഡിയോകൾ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ തള്ളുമാല തുടങ്ങുമ്പോൾ ഏറ്റവും അതിന് തുടങ്ങാൻ ഉത്തമം പകരം മുഹമ്മദ് ഹസനെയാണ് എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് മുഹമ്മദ് ഹസനെ തന്നെ കൂട്ടിയത്. ഇവിടെ വിശദീകരണം കുറവായിരിക്കും. ഇത് ബുദ്ധിയും ബോധമില്ലാത്ത ആളുകളൊന്നുമല്ല കാണുന്നത്. എന്നെക്കാട്ടിലും ബുദ്ധിയും ബോധവും വിവരവും അറിവുള്ള ആളുകളാണ് കാണുന്നത്. അള്ളാഹുവാണ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിന് ഒരൗലിയക്കും ഒന്നും ചെയ്യാനില്ല. അതിന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ല ആണെങ്കിൽ പോലും ഒന്നും ചെയ്യാനില്ല. ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥകൾ എന്താണ് എന്നറിയുന്നവൻ അള്ളാഹുവാണ്. സൂറത്തുൽ ലുഖ്മാൻ്റെ അവസാന ആയത്തെടുത്ത് പഠിച്ചു നോക്കിയും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. എൻ്റെ വിശദീകരണം കൂടുതലാണ് എന്നൊരു ചെറിയ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മാനുകളുടെ പരാതി കേട്ട CM മടവൂർ ആ നിയമവും പാസാക്കി. എന്ത് നിയമം കേട്ടോക്കി? മാൻപേടയിൽപ്പെട്ടൊരു വലിയൊരു മാനും ഓടി വരികയാ ശേഖുനടുക്ക്. ഓടി വന്നിട്ട് എന്തൊക്കെയോ ശേഖുനയോട് സംസാരിച്ചതാണോ എന്ന് ഉറപ്പാ. എന്താണെന്ന് തിരിയുന്നില്ല. ശേഖുനയുടെ മറുപടി, വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ തീരുമാനം ഉടനെ എടുക്കുന്നു. അതെന്ത് കാര്യം മനസ്സിലായില്ല. ഉടനെ ആ മാന് പോവുകയാ. പോയ ശേഷം ശേഖുനെ ചോദിക്കുന്നു, നേരത്തെ ചോദിച്ച പോലെ എന്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായോ? കുഞ്ഞിക്കോയ്ക്ക് പറഞ്ഞു മനസ്സിലായില്ല. ആ മാൻ വന്നു പരാതിപ്പെട്ടതാണ്, ഞങ്ങളുടെ ചെറിയ കുട്ടികളെയൊക്കെ പലരും വന്ന് വേട്ടയാടിക്കൊണ്ടുപോകുന്നു. അന്ന് വേട്ടയാടുന്ന നിയമം വന്നിട്ടില്ല, പറ്റൂല എന്നുള്ള നിയമം വന്നിട്ടില്ല. വേട്ടയാടിക്കൊണ്ടുപോകുന്നു എന്ന പരാതി പറഞ്ഞതാണ്. ഞാൻ അവർക്ക് സമാധാനം കൊടുത്തതാ, വിഷമിക്കേണ്ട, തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായുള്ള തീരുമാനം ഉടൻ വരും. പടച്ചോനെ, ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ വനസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം. മന്ത്രിസഭ കൂടുന്നു, വനസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം പാസ്സാകുന്നു. മാനിനെ തൊടാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല. ഒരാഴ്ച മുന്നേ ശേഖന കൊടുത്ത് അവർക്ക് വാദ തീരുമാനം ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ തള്ളാണ് സംഭവിക്കുന്നത്. മായാവി കഥ തള്ളിമറിക്കാണ് തളീക്കര തങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ മാനിനെ ഇനി തൊടാൻ പാടില്ല എന്നുള്ള നിയമം അതെങ്ങനെ വന്നതാണെന്ന് മനസ്സിലായില്ലേ? മാന് വന്നിട്ട് നമ്മളെ മക്കളെ ആളുകൾ പിടിച്ചുകൊണ്ടുപോയിട്ട് വെടിവെച്ചിട്ട് കൊണ്ടുപോയിട്ട് കറി വെച്ച് തിന്നുകയാണ്. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഔലിയ പാപ്പാ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാനിപ്പോൾ പരിഹാരം ഉണ്ടാക്കി തരാം. ഇനി ഇദ്ദേഹം പറഞ്ഞ വേറൊന്നുണ്ട്, വേറെ ആനക്ക് പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞ തള്ളുമാലയിൽ കാണിച്ചാണ്. ഏതായാലും അത് ഇതിൻ്റെ അവസാനത്തിൽ ചേർക്കുക. ഇനി അടുത്തത് ഇതൊക്കെ ചിലതൊക്കെ നമ്മൾ മുമ്പേ കാണിച്ച വീഡിയോകളും ഉണ്ടാകും, ക്ഷമിക്കണം. എന്നാലും നമ്മൾ ഇവരുടെ വിവരക്കേടുകൾ എത്ര കേട്ടാലും നമുക്ക് മടുക്കൊന്നുമില്ല. കാരണം എന്താ പറയുക, അമ്മാരി വിവരം കെട്ട വർത്താനാണ്. ഇനി അടുത്തത്, ആൾദൈവം CM മടവൂരിൻ്റെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ ഇനി കള്ളന്മാരെ പേടിക്കണ്ട. പുതിയ തള്ളുകളൊക്കെ വരുന്നുള്ളൂ സഹോദരന്മാരെ, പഴയതൊക്കെ ഒന്നിങ്ങോട്ട് ഇറങ്ങട്ടെ. ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ബോംബെയിൽ വെച്ച് പോലീസ് ചമഞ്ഞ് കള്ളന്മാർ ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ റൂമിലാക്കി. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും പേസും പൈസയും ഒക്കെ കള്ളന്മാർ എടുത്തു. പക്ഷേ എൻ്റെ പേസിലും ഉണ്ടായിരുന്നു 1500 രൂപ. എൻ്റെ ഫോട്ടോ, ഷെയ്ഖുനാൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ പേസിൽ. അതിൻ്റെ അടുത്ത് തന്നെയും പൈസ. ഈ ഫോട്ടോ ഈ കള്ളന്മാർ കുറേ എടുത്തു നോക്കി. പക്ഷേ ഈ പൈസ പേസിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ വലിയൊരനുഭവം എനിക്കുണ്ടായി. കള്ളന്മാർ വന്നിട്ടുള്ള കഥയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു കള്ളക്കഥ മെനയാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഞാനൊരു കഥ പറയാം.
അള്ളാഹു പൊറുക്കട്ടെ, കള്ളക്കഥയാണ് ഞാൻ പറഞ്ഞത്, ഉണ്ടാക്കി പറയാണ്. ഞാൻ റിയാദിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മജ്നുൻ കുബരിയുടെ അടുത്തെത്തി. എനിക്ക് പോകേണ്ട വഴി ഏതാണെന്ന് അറിയില്ല. ഞാൻ പാലത്തുമ്പോൾ കുറേ അങ്ങോട്ട് പോകും, കുറേ ഇങ്ങോട്ട് വരും, അങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഈ പറയപ്പെട്ട കുനാക്കുനയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതിലേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഈ പിരാന്തമ്പാലത്തിൽ വഴിയേറ്റിക്കാണ്, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ചെറിയൊരു പക്ഷി ഇങ്ങനെ പറക്കണു. അപ്പം ഞാൻ ആ പക്ഷിയുടെ പിന്നാലെ അങ്ങനെ പറന്നു. പക്ഷി കറക്റ്റ് പാലത്ത് കൂടി അങ്ങനെ കൊണ്ടുപോയിട്ട് യഥാർത്ഥ വഴി കൂടി കൊണ്ടാക്കി. പിന്നെ പക്ഷി അങ്ങനെ പറന്നു പോയി. എന്താണ് ലേ ഔലിയ പാപ്പാൻ്റെ ഒരു കറാമത്തെ, ഔലിയ പാപ്പ വിളിച്ചോടത്താ. ഇത്രയുള്ളൂ സഹോദരന്മാരെ ഈ തള്ളിൻ്റെയൊക്കെ കഥ. ഇനി ഷെയ്ഖ് ജീലാനി 120 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നു പോലും. എന്തൊക്കെ കള്ളക്കഥകളാണ് ജാറ വ്യാപാരികൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. കണ്ടോക്കാം നമുക്ക്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ജീവിതത്തിൽ കാണാം, മഹാനവറുകൾ തീരുമാനിച്ചു 40 കൊല്ലം ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം ഹലാലാണ്, പക്ഷേ തന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി ഷെയ്ഖ് അവറുകൾ തീരുമാനിച്ചതാണ് 40 ദിവസം ഞാൻ ഭക്ഷണം കഴിക്കില്ല. 40 ദിവസം പൂർത്തിയാകുമ്പോൾ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തന്റെ തീരുമാനം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇനിയുള്ള 40 ദിവസം ഞാൻ വെള്ളവും കുടിക്കില്ല. ആ 40 പൂർത്തിയാകുമ്പോ മഹാനവറുകൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് തീരുമാനിച്ചു, ഇനിയുള്ള 40 ദിവസം എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് പോലും ഞാൻ ഉറങ്ങുകയില്ല. 120 ദിവസം ഭക്ഷണം കഴിക്കാതെ, 80 ദിവസം വെള്ളം കുടിക്കാതെ, 40 ദിവസം ഒരു സെക്കൻഡ് പോലും ഉറങ്ങാതെ തന്റെ മനസ്സിനെ സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ മുഴുകിയപ്പോഴാണ് ഏറ്റവും ഉന്നതമായ ഖദമീ അലാ റഖബാതിൽ ഔലിയാഇ തുറാ, എല്ലാ ഔലിയാക്കന്മാരുടെയും പിരടിയുടെ മീതയാണ് എന്റെ കാലുകൾ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വളരുകയാണ്. വല്ലാത്ത ജാതി. അതായത് ഔലിയ എങ്ങനെ ഉണ്ടാവുന്നത്? 120 ദിവസം ഭക്ഷണമില്ലാതെ, 80 ദിവസം വെള്ളവുമില്ലാതെ, പിന്നെ ബാക്കിയുള്ള 40 ദിവസം ഉറങ്ങുകയും ചെയ്യാതെ. ആ 40 ദിവസം എമ്മാര് ദിവസമാണ്. ഉറങ്ങൂല, ഭക്ഷണവും കഴിക്കൂല, വെള്ളവും കുടിക്കൂല. മരിച്ചു പോകൂലേ മൊയ്ലിയരെ? നിങ്ങളാണിച്ചെങ്കിൽ എല്ലാം കൂടി ബാക്കി ഉണ്ടാവൂല അവിടെ, അല്ലേ? ഇങ്ങനെയാണോ ഔലിയാക്കൾ ഉണ്ടാവുന്നത്? മുബര് പറഞ്ഞ അങ്ങനെയാണ് അത്ര ആ കഥമിലേക്ക് എത്തിയത്. ഏത് കഥമാണിത്? ഇത് കഥയാണ്, ഇത് കഥമൊന്നുമല്ല, ഇത് കഥയാണ്. ഇങ്ങനെ ഏത് ഗ്രന്ഥത്തിലാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത്? ഏത് പണ്ഡിതന്മാരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ഇതുപോലെ പണ്ഡിത വേഷധാരികളായ ആളുകൾ പാടുന്ന പാട്ടാണ് നരകത്തിൽ AC വെച്ച് തരാമെന്ന്. അത് നമ്മളുടെ പുതിയ സാധനമാണ്. എന്തേ സമസ്തന്റെ പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയോ? കണ്ണിയത്തിന് മമ്പാട്ട് കൊണ്ടുവന്നു മയക്ക് വയർക്കാൻ, മയക്ക് തുറക്കാൻ വേണ്ടി കണ്ണിയത്തിന് വയറിൽ പിറ്റേന്ന് മയക്ക് തുറക്കാൻ വേണ്ടിയിട്ട് കണ്ണിയത്തിന് കൊണ്ടുവന്നു. അപ്പോൾ കണ്ണിയത്ത് വയറിൽ പറഞ്ഞു, ഇന്ന് വയർക്കൂലാണ്, നാളെ മറ്റന്നാളും പിറ്റന്നാളും നോമ്പ് വെച്ചോളുന്നു. നോമ്പടെ വെച്ചു. അവസാന ദിവസം നാക്കാലിയും കൊണ്ട് വരാൻ പറഞ്ഞു. കണ്ണിയത്തിനോട് പറഞ്ഞു, എന്ത് നാക്കാലിയാണ് കൊണ്ടി? നാക്കാലിയാണ് കൊണ്ടുവന്നു. കണ്ണിയത്താണെന്ന് പറഞ്ഞു. അപ്പമായ മയ കൊണ്ടാണ് പോയി. അതാണടാ കണ്ണിയത്ത്, അതായിരിക്കും തെളിവ്. ഇവരൊക്കെ മുബത്തദീങ്ങളും ഇവരൊക്കെ ഹുറാഫികളുമാണ്. അതല്ലടാ നല്ലത്. ഓലൊക്കെ മൗലിദ് ഓതിയിട്ട് നരകത്തിൽ പോകുകയാണെങ്കിൽ ആ നരകത്തിലുള്ള ജന്തിനാണ് ഓടിക്കുക. ഈ അന്തംഗമ്മികൾ പോകുന്ന സ്വർഗത്തിനേക്കാൾ നല്ലത് നരകത്ത് പോലെയല്ലേ ഞങ്ങൾ. അപ്പോ നിങ്ങൾ ഞാൻ അവിടെ കാത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കണ്ണിയത്തും വാളക്കുളവും ഒക്കെ നരകത്തിലാണെങ്കിൽ നിങ്ങൾ ഞാൻ അവിടെ കാത്താൽ മതി. ഞാൻ ഇവിടക്ക് വരൂല, അവിടെ പോയിക്കൊണ്ട് അവരെ കൂടെ നിൽക്കലാണ് സ്വർഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ഈ കഥകള് ഇവർക്ക് എന്താ അതൊന്നും അറിയില്ല, ഇവർക്ക് ഇങ്ങനെ കള്ളക്കഥകൾ പറയോ എന്നൊക്കെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. അല്ല, ഇങ്ങനെയൊക്കെ പറയോ, എന്താ ഇവര് തീരെ ബുദ്ധിയില്ലാത്തവരാ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനുള്ളത് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ പ്രവർത്തനം ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ
അവരെ മഹാന്മാരാവുന്ന മശായിഖന്മാരോട് ചോദിച്ച് സമ്മതം വാങ്ങിയതിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞത് ഇതൊരു ഇലാഹിയായ സംഘടനയാണ്. ഈ സംഘടനയെ ഒരു നിലക്കും എന്തെങ്കിലും നിലക്ക് ഇതിന് പോറലേൽപ്പിക്കാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ മേലെ ഇതിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവുന്ന ആളുകളാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ നിയന്ത്രണം അതിൻ്റെയൊക്കെ മേലെയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമാവുന്ന മദതും പ്രത്യേക നെറുറും ഒക്കെ ഈ സംഘടനയുടെ മേലുണ്ടാവും. കാരണം അങ്ങനെയാണ്, ദീനിനെ സംരക്ഷിക്കേണ്ട സംഘടനയാവുമ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹിന് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മരണപ്പെട്ടു പോയതിൻ്റെ ശേഷവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അർവാഹുകൾ ഈ ലോകത്ത് നിയന്ത്രണവും ഭരണവും നടത്തുന്നു എന്നതാണ് സത്യം. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ ഇവിടെ ആത്മീയമായ നിയന്ത്രണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു എന്നതിൽ സംശയം ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ ഓർക്കലും അവരെ അനുസ്മരിക്കലും മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്, ആവശ്യമാണ്. ശൈഖുനയുടെ വചനമാ എന്തൊക്കെയാ വന്നത്? അവലത്തെ തങ്ങളുപ്പാപ്പ വലിയ തങ്ങള്, ആ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട ശൈഖുനെ കാണാൻ പോകും. അവലത്തെ തങ്ങളെ പറ്റി വിവരങ്ങൾ ചോദിക്കുന്നു. പിന്നെ ചോദിക്കുന്നു, AP അബൂബക്കർ മുസ്ലിയാർ അവിടെയുണ്ടോ? അവിടെയുണ്ട്. എന്തൊക്കെയാ വിശേഷം? ഒന്നുമില്ല. എന്തിനാ വന്നത്? ഇന്നതിനാ വന്നത്. അത് സിഹറാണ്, ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. AP അബൂബക്കർ മുസ്ലിയാർക്ക് സിഹിർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നോട് അവലത്തെ തങ്ങൾ നേരിട്ട് പറഞ്ഞതാണ്. AP അബൂബക്കർ മുസ്ലിയാർക്ക് ഒരുപാട് ആളുകൾ സിഹിർ ചെയ്യുന്നുണ്ട്. അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ശൈഖുനിയുടെ തിരുനോട്ടമാ സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ പ്രവർത്തനത്തിന്റെയും പിന്നിലുള്ളത്. ശൈഖുനിയുടെ മദദ് ലഭിക്കാത്തൊരു സുന്നിയില്ല. ശൈഖുനിയുടെ ഒരു മദദ് ലഭിക്കാത്ത ഒരു സ്ഥാപനവും പറയാനില്ല. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരു ദിവസം മജ്ലിസിൽ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആളുകൾക്ക് നസീഹത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആര്? ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തങ്ങൾ ഈ നസീഹത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു പരുന്ത് ഇങ്ങനെ അതിനിടയിൽ കൂടി ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഇതിങ്ങനെ പറക്കുമ്പോ ആളുകൾ അങ്ങനെയാണല്ലോ, അന്നും എന്നും ഒക്കെ അങ്ങനെ നമ്മളെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ഒരു പൂമാറ്റം വന്നാൽ മതി, എല്ലാവരെയും അതുങ്ങളും നമ്മളൊക്കെ കണക്കാണ്. അപ്പൊ ഈ പരുന്ത് ഇങ്ങനെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മജ്ലിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറിയപ്പോ ആൾക്കാർ ഇങ്ങോട്ട് നോക്കി. ഇതൊരു സ്വീപ്പാന്ന് കണ്ടപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, പിടിതിനെ. കാറ്റിനോടാ പറയുന്നത്. കാറ്റിനോട് പറഞ്ഞു, ഇതിനെ പിടി. കാറ്റെ പിടിച്ചിട്ട് അതങ്ങനെ അതിന് തല ആ ഭാഗത്ത് അങ്ങനെ പിടിച്ചു. അല്ലാതെ കാറ്റിനെ പിടിച്ചിട്ട് പിന്നെ അവിടെ ഇറക്കി തന്നിട്ട് കാര്യമില്ലല്ലോ, ആ ശല്യം അവിടെ തീരണം. അപ്പൊ പരുന്തിന്റെ തല ഒരു ഭാഗത്ത്, ഉടല് മറ്റൊരു ഭാഗത്ത്, അത് രണ്ടോടെ വീണു. ആൾക്കാർക്ക് മനസ്സിലായത് കാര്യം ഗൗരവമാണ്, ഇങ്ങോട്ടെ ശ്രദ്ധിക്കണം. മജ്ലിസ് കഴിഞ്ഞു, ശൈഖ് അവർകൾ എണീറ്റു, ആ തലി ഉടലൊക്കെ കൂട്ടി അതിനെ ഹയാത്താക്കി വിട്ടു. കാറ്റിനോടാണ് പറഞ്ഞത് പിടിക്കണം അതിനെ. ഇങ്ങനെയുള്ള കുറെ മുലൂക്കുകൾ ഉണ്ട് ഇവിടെ. ആരാണോ എന്താണോ ചോദിക്കുന്നവർക്ക് ചോദിക്കുന്ന ആട് കൊടുക്കും.
അത് രണ്ട് ലോകത്തുള്ള ഏത് കാര്യവും പറഞ്ഞാൽ രണ്ടും നികത്തിത്തരാൻ അതുപോലെ ഞാൻ ആവശ്യപ്പെട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. അപ്പം അതിലിങ്ങനെ ഊതി, ഞാൻ പറഞ്ഞു ഊതിയ പോരാ, ഇതെനിക്ക് പിന്നെ മന്ത്രിച്ച് തന്നാൽ പോരാ, വായലാക്കി കുലുക്കുഴിഞ്ഞ് തരണം, ഞാൻ നന്നായി കിട്ടെ. അപ്പോൾ അതുപോലെ വായൽക്ക് ഇങ്ങോട്ടാക്കി ഇങ്ങനെ കുലുക്കുഴിച്ചിട്ട് ഇല കൊണ്ട് ആക്കി തന്നു. ഞാൻ അരച്ച് കുടിച്ച് അതുപോലെ വായൽക്ക് ഇങ്ങോട്ടാക്കി ഇങ്ങനെ കുലുക്കുഴിച്ചിട്ട് ഇല കൊണ്ട് ആക്കി തന്നു. ഞാൻ അരച്ച് കുടിച്ച് ഇതൊക്കെ നമ്മളെ ഉള്ളൂ. ഇത് മതിട്ടോ, ഇത് നമ്മളെ രക്ഷപ്പെടുത്തും. നല്ല വിശ്വാസം വേണം. വേറെ വാങ്ങിയേക്കാൻ കഴിഞ്ഞില്ല. ഇത് ഇത്രയും വലിയൊരു മുതലായി നമുക്ക് തിരിഞ്ഞില്ല. ഉമർ ഖാദിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയം മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയം മഹാനായ ഉമർ ഖാദി തന്റെ കൂട്ടുകാരനെ മരണപ്പെട്ടു പോയിരുന്നു. തന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന മരക്കാർ. ആ മരക്കാരനോട് പറഞ്ഞു, മരക്കാരെ, എന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. കബറിൽ കിടക്കുന്ന മരക്കാരനോട് പറയുന്നു. അപ്പോൾ ഉള്ളത് കബർ പൊട്ടിത്തെറിച്ചു, ഞാൻ കൂടെ വരാം. അവർക്ക് വരണ്ട, നീ ഇവിടെ കടന്നു പോകുന്നു. ഇതൊക്കെ ഇന്ന് ഇവിടെ പോയി ചോദിച്ചാൽ പഴക്കമുള്ള ആളുകൾ പറയുന്ന വിഷയമാണ്. അവിടുത്തെ ദറസിന്റെ പൂരിശ കേൾക്കണോ നിങ്ങൾക്ക്? തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിന്റെ സമീപത്തിലൂടെ ഒരാൾ നടന്നു പോയപ്പോ ഖബറാളിയുടെ ഖബറകത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. വിഷമിച്ചുകൊണ്ട് ജീലാനി തങ്ങളുടെ സമീപത്തേക്ക് വരികയാണ്. യാ ഗൗസൽ അഅ്ലം സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി, ഖബറാളിയുടെ ശിക്ഷ കേൾക്കാൻ കഴിഞ്ഞല്ലോ. ആ ഖബറാളിക്ക് രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ഇരക്കുമോ? ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? മൻ റആനി ലം യദ്ഖുലിൻ നാർ, എന്നെ കണ്ടവർ നരകത്തിൽ കടക്കൂല എന്ന് ധാരാളം മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടോ അവർ? ഇല്ല, കണ്ടിട്ടില്ല. എന്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ടോ അവർ? ഇല്ല, പങ്കെടുത്തിട്ടില്ല. അവസാനമായി സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്റെ മദ്രസയുടെ സ്ഥാപനത്തിന്റെ മുറ്റത്തിലൂടെ അവര് നടന്നു പോയിട്ടുണ്ടോ? മഹാനവറികളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തു, അദ്ദേഹം അവിടുന്ന് ദർസ് നടത്തുന്ന ഈ സ്ഥാപനത്തിന്റെ മുറ്റത്തിലൂടെ നടന്നു പോകാറുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞു, എന്നാൽ അവർക്ക് ഇനി ആ ശിക്ഷ വേണ്ട. സുബ്ഹാനല്ലാഹ്, ഖബറകത്തിൽ നിന്ന് ശിക്ഷ മാറ്റിക്കൊടുക്കുന്നു. പിന്നീട് ആ ശബ്ദം കേട്ടിട്ടില്ല. എൻ്റെ ഈ ചൂണ്ടുവിരലും തള്ളവിരലും ഷുഗറിന്റെ ആധിക്യം കൊണ്ട് ഒരു ദിവസം നേരം വെളുത്ത് നോക്കുമ്പോ ഈ നൃത്തം നിൽക്കുക. പടച്ചോനെ, എണ്ണിട്ടൊക്കെ എന്തൊക്കെ ചെയ്തു. ഹനീഫ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, സൂക്ഷിക്കണം, നിങ്ങളുടെ അംഗങ്ങൾക്കൊക്കെ കേടുപറ്റാൻ സാധ്യതയുണ്ട്. ആ രൂപത്തിൽ എനിക്ക് ഷുഗർ ഉണ്ട്. ജിലാനി തങ്ങൾ എന്നെ ഉറക്കത്തിൽ എനിക്ക് മരുന്ന് കൊടുന്നിട്ടുണ്ട് വിളിച്ചിട്ട്. ഏതായിരുന്നാലും അങ്ങനെ ഈ രണ്ട് കൈയും രണ്ട് വിരലും ഇങ്ങനെ നിൽക്കന്നെ, എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല. ഞാൻ ബേജാറായി. അന്ന് എനിക്കൊരു പരിപാടി ഉണ്ട്, എൻ്റെ അടുത്ത് ഒരു മിലിയര ദർസിൽ വാള് കഴിഞ്ഞ് രാത്രി ഒരു 11:30-12 മണിയായിരുന്നു. എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞ്, ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പ്രസംഗിച്ചു, ദ്വാ ചെയ്തു, ഇനി എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ചെയ്തു തരും. എന്താണോ ചോദിച്ചു. 33 വട്ടം ജീലാനി തങ്ങളെ എൻ്റെ ഒരു പ്രശ്നത്തിന് നിങ്ങൾ വിളിച്ചു വരും ചോദിച്ചു. പ്രശ്നം ഞാൻ പറഞ്ഞില്ല, അതേ അറിഞ്ഞ് എഴുന്നേൽക്കാൻ പറഞ്ഞ് ലൈറ്റ് അങ്ങ് കെടുത്തി ആണ്ട് വിളിച്ചു. സുബ്ഹാനല്ലാഹ്, യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. 33 വട്ടം. 33 വട്ടം ഞാൻ 30 വട്ടം വിളിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നിർത്തും. എന്നിട്ട് ഇങ്ങനെ കൈ തടകിയിട്ട് പറയും, ജീലാനി തങ്ങളെ എൻ്റെ കൈ ശരിയാക്കി തരണം. മലയാളത്തിലാണ് പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നിർത്തും. എന്നിട്ട് ഇങ്ങനെ കൈ തടകിയിട്ട് പറയും, ജീലാനി തങ്ങളെ എൻ്റെ കൈ ശരിയാക്കി തരണം. മലയാളത്തിലാണ് പറയും. ചെയ്തോക്ക്. ആ 33 കഴിഞ്ഞതാ. അന്ന് അതിപ്പോ ഏകദേശം 8 വർഷത്തോളമായി.
അപ്പം തന്നെ ശരിയായി 2 പേർ. പിന്നെ എങ്ങനെ ഒരു സംഭവം എൻ്റെ കൈകൊണ്ടായിട്ടില്ല, സംഭവിക്കൂല. ഭയങ്കര മദത്, ആ പേര് പറഞ്ഞാൽ മതി. അത്ര ഇഖ്ലാസിലും ഭയങ്കര ഓർമ്മയിലൊന്നും ആവണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ഫലം കാണും. ഇത് വലിയ ഒന്നാണ്. ഉമ്മമാരെ പിടിക്കുക ജീലാനി തങ്ങളെ. മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് എത്തിയ വഴി നോക്കി നിങ്ങൾ വളരെ കൃത്യമാണ്. മുത്തുനബിയിൽ സഹാബത്തിൽ നിന്ന് താബീങ്ങൾ താബീങ്ങൾ, അവരിന്ന് അവരുടെ പിൻഗാമികൾ, പിന്നെ ഇങ്ങനെ പോന്നാൽ മഖ്ദൂമികളിലേക്ക് എത്തുന്നു, അവിടുന്ന് വരക്കൽ മുലക്കോത്തങ്ങളിലേക്ക് എത്തുന്നു, നമ്മുടെ ഉസ്താദറിലേക്ക് എത്തുന്നു. എന്നാൽ മുജാഹിദിനാണ് അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് കഴിയില്ല. 2 ഹൈന്ദവ സഹോദരന്മാർ നടന്നു പോകുമ്പോൾ അവരെന്ത് ചെയ്തു? മഹാനരായ മടവൂർ ശൈഖുന അവരുകളെ കണ്ടപ്പോ മടുക്കുത്തി അയച്ചു. വളരെ ഭവ്യതയോടെ ഭക്തിയോടെ നിന്നു. ശൈഖുന പറയുന്നു, ഹുമാ ഫിൽ ജന്ന, അവർ 2 ആൾ സ്വർഗത്തിലാണ്. ഇവിടെ സ്വർഗം പണിയുന്നതും സ്വർഗത്തിലേക്ക് ആളെ നയിക്കുന്നതും ഇതെല്ലാം അള്ളാഹുവിന്റെ ആളുകളാണ്, ഔലിയാക്കളാണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ എന്താ ഇത്ര വലിയ പ്രയാസം? എന്താണ് അവിടെ വലിയൊരു കിബറും ഹസദും ഒക്കെ വരുന്നത്? അവർ അള്ളാഹുവിന്റെ ആളുകളാണ്, അത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ. ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് 5 ആള് വന്നു. ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും. 5 പേര് വന്നു. അങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ പഴയ വീട്, ആ പഴയ വീട്ടിലുള്ള ബെഞ്ച്, ആ ബെഞ്ചിൽ 5 പേരും ഇരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. മുത്തുനബിനെ നോക്കിയിട്ട് ഞാൻ കുറെ കരഞ്ഞു. അലിക്കുഞ്ഞിസ്ഥാൻ പറഞ്ഞ വാക്കാ, ഞാൻ കുറെ കരഞ്ഞു, മുത്തുനബിയെ നോക്കിയിട്ട് കരഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി ഞാൻ ഇങ്ങനെ കരയുമ്പോ എന്റെ ഉമ്മാനെ ഹബീബായ തങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉമ്മ നിങ്ങളെ മോൻ ആലിക്കുഞ്ഞി എങ്ങനെ, നിങ്ങളെ മോൻ ആലിക്കുഞ്ഞി എങ്ങനെ പറഞ്ഞതൊക്കെ കേൾക്കാറുണ്ടോ? ഉമ്മ പറഞ്ഞു, നല്ല മോനാ, ഞങ്ങൾ ആലിക്കുഞ്ഞി നല്ല മോനാ, ഞങ്ങളൊക്കെ അനുസരിക്കുന്ന മോനാ, പൊന്നുമോനാ, പിരിശപ്പെട്ട മോനാ. ഉമ്മ ഇങ്ങനെ എന്നെ പറ്റി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ എന്റെ 19ാമത്തെ വയസ്സിൽ ആദ്യമായി ഞാൻ കാണുന്ന ആ ഒരു അവസരത്തിൽ ഉമ്മാനോട് പലതും സംസാരിച്ച് ഉമ്മ എന്നെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ എന്റെ കയ്യിൽ വെളുവെളുത്ത ലംഘുന്ന ഒരു വാളി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പോരാടിക്കോ എന്ന് പറഞ്ഞു. ഉസ്താദ് പറയുന്നു, എന്റെ 87 വയസ്സ് വരെ ഞാൻ പോരാടിയത് ആ വാളും കയ്യിൽ പിടിച്ചിട്ടാ. എനിക്കൊരാളെ മുമ്പിലും തല കുണിക്കേണ്ടി വന്നിട്ടില്ല, ഒരാളെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വന്നിട്ടില്ല, ഹക്ക് പറയാൻ ആരെയും പേടിക്കേണ്ടി വന്നിട്ടില്ല, ഒരാളെയും മുഖം നോക്കി ദീനിന്റെ നിയമം മാറ്റിപ്പറയേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ മുത്തഅല്ലിമായിരിക്കുന്ന കാലത്ത് എന്റെ 19ാമത്തെ വയസ്സിൽ എന്റെ കയ്യിൽ ഒരു വെളുവെളുത്ത വാള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പേടിക്കേണ്ടി വന്നിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി എന്നോട് ഫോട്ടോ സാദാ ചിത്രമല്ലെന്നും എൻ ഫോട്ടോ ജീവൻ തുടിക്കുന്നതാണെന്നും എൻ്റെ ആകലീൻ്റെ മഹ്ശറ സഭയിന്ന് വേറെ തിരിച്ച് ഞാൻ എന്നോട് ചേർക്കുമേ മഹ്ശറിൻ കിലുക്കം അർശിൻ്റെ കുലുക്കം മടവൂരിനൊരുക്കം കാണാമാക്കിലുകിലുക്കം മഹ്ശറിൻ കിലുക്കം അർശിൻ്റെ കുലുക്കം മടവൂരിനൊരുക്കം കാണാമാക്കിലുകിലുക്കം. തങ്ങൾ പാപ്പാന്റെ വീട്ടിലുണ്ട് ഒരു ഫോട്ടോ കണ്ടങ്ങള്. ഈ തങ്ങപ്പാപ്പാന്റെ യഹ്യ തങ്ങപ്പാപ്പാന്റെ സിറ്റ് ഔട്ട് കയറിയപ്പോ കണ്ടില്ലേ CM-ന്റെ ഇങ്ങനെ ഫോട്ടോ കിടക്കുന്നേ. അപ്പൊ എന്നോട് യഹ്യ തങ്ങൾ പറഞ്ഞു, മൂപ്പരെ കണ്ണുക്കോ നോക്കിയായിരുന്നു. ആ കണ്ണുക്ക് തുറന്ന കണ്ണില്ലേ, കണ്ണിന്റെ മണി ഇളകുന്നുണ്ട്. കാരണം തങ്ങൾ പറയാ കണ്ണിന്റെ മണി ഇളകുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കുമ്പോ കണ്ണിന്റെ മണി ഇങ്ങനെ ഇളകണമായി തോന്നുന്നുണ്ട്. നമ്മൾ തരിക ഫോട്ടോ ആണ്, നമ്മളെ ഫോട്ടോയിൽ ജീവൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറെ നേരം നോക്കുമ്പോ മടവൂരിന്റെ കണ്ണ് ഇങ്ങനെ ഇളകുക. നല്ല താടിയൊക്കെ വടിച്ചിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ട് ഇങ്ങനെ കിടക്കണ ആളായിരുന്നു. അല്ലോ കണ്ടോലൊക്കെ പലരും പറഞ്ഞില്ലേ, ഞാൻ പലവട്ടം കണ്ടതാണ്. ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും. ഏ പണിക്ക്?
നമ്മളെ കീശേരിയിലെ തൃപ്പനച്ചി എന്ന ഈ സ്ഥലത്ത് ഉസ്താദ് അവറുകളുടെ നിർദ്ദേശത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി ഈ 2 കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്ന കൂലിയുണ്ട്. നിങ്ങൾ കേട്ടോളൂ, ഞാൻ വെറുതെ വായിക്കല്ലോ. ഉസ്താദ് പറഞ്ഞു കൂലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. ഇതൊക്കെ വേണമെങ്കിൽ ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, പക്ഷേ എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു കൂലി കിട്ടിക്കോട്ടെ. എന്താണ് ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ ഈ തൃപ്പനച്ചയിലെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്നതിന്റെ കൂലിയുണ്ട് എന്ന് വലിയുല്ലാഹി തൃപ്പനച്ചി ഉസ്താദ് പറയുകയാണ്. എന്തേ അംഗീകരിക്കാൻ ഒരു പ്രയാസം? ഒരു പ്രയാസം ഞമ്മക്കില്ല, നിങ്ങളോടല്ലോ ചോദിക്കുന്നു. ഹജ്ജ് ചെയ്ത കൂലി എന്നല്ലേ പറഞ്ഞു? എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ അവിടെ പോയി എത്ര ദിവസം ഇവിടെ ഒരു പണിയിൽ പങ്കെടുത്താലല്ലേ കൂലി പറയുന്നത്? ഒരു സൂചി വീണാൽ ഞാൻ അറിയും. നമ്മൾ വിചാരിക്കണ ആളല്ല മൊയ്തീൻ ഷെയ്ഖ് ഇട്ട മോനെ, കളിക്കണ്ട കളിയല്ല കേട്ടോ. വിളിച്ച വിളിപ്പുറത്താ. വിളിക്കണ്ടോ വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാൽ മതി. ഒറ്റ വിളി കണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടൂ ഉത്തരം, ജവാബ്. അത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. വിളിച്ച വിളിപ്പുറത്താ. വിളിക്കണ്ടോ വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാൽ മതി. ഒറ്റ വിളി കണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടൂ ഉത്തരം, ജവാബ്. അത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, തള്ളുമാലകൾ തുടരും. അടുത്ത ഒരു വീഡിയോയിൽ അല്പം തള്ളുമാലകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. പറഞ്ഞതാണിത്. നേരിട്ടിങ്ങനെ ശേഖന നടന്നു പോകുന്നു. ആ കാട്ടില് വന്യമൃഗങ്ങളുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതാ ഒരു ആന ഇങ്ങനെ വരുന്നു ശേഖനെ കൊള്ളൻ. ആ ആന ഇങ്ങനെ വന്നിട്ട് ശേഖുനയുടെ അടുത്തിൽ വന്ന് മുട്ടുകുത്തി അവിടെ നിൽക്കുകയാണ്. അവിടെ മുട്ടുകുത്തി നിന്നിട്ട് എന്തൊക്കെയോ തല കൊണ്ടാത്തിയിട്ട് എന്തൊക്കെയോ ഒരു ശബ്ദം ഉരത്തുകയാണ്. ആ ശബ്ദം ആർക്കും തിരിയുന്നില്ല, ശബ്ദം മനസ്സിലാകുന്നില്ല. കുഞ്ഞിക്കോയക്കയും കൂട്ടരും കൂടെയുണ്ട്. അവർക്ക് പേടിയാകുന്നുണ്ട്. ശേഖുന ആ ആനയുടെ ആ കളികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആനയോട് പറയുന്നു മലയാളത്തിലോ, ഈ കുന്നിന്റെ അപ്പുറത്തുണ്ട് ഭക്ഷണം, അത് പോയി കഴിച്ചോളൂ. മലയാളത്തിൽ മറുപടി കൊടുക്കുന്നു. ആ ആന എഴുന്നേൽക്കുന്നു, തിരിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്. നേരെ തിരിഞ്ഞു നിന്ന് കുഞ്ഞിക്കോയക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ശൈഖുനയുടെ ചോദ്യം, ആ ആന എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല ശൈഖുന. ശൈഖുന പറഞ്ഞു കൊടുക്കുകയാണ്. ആ ആന എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്നലെ പ്രസവിച്ച ആനയാണ്, എനിക്ക് വല്ലാതെ വയറുവേദനയുണ്ട് എന്ന പരാതി എന്നോട് പറഞ്ഞതാണ്. അതിന് മറുപടിയാണ് ഞാൻ കൊടുത്തത്. ആ കുന്നിന്റെ പുറത്തുണ്ട് നിങ്ങൾക്ക് വേണ്ട പുല്ല്, ആ പുല്ല് തിന്നാല് നിങ്ങൾക്ക് ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വയറുവേദനമാകും, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞതാണ്. സംശയമുണ്ടോ? കുഞ്ഞുകോയക്കാരന്റെ പിന്നത്തെ ചോദ്യം. ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നോക്കൂ. ആ സംശയം തീരാനല്ല, കൽബിനൊരു തുമനീനത്ത് കിട്ടാൻ കുഞ്ഞുക്കോക്ക് അങ്ങനെ കാട്ടിലൂടെ നടന്ന് ആ കുന്നിലിറങ്ങി മറ്റേ ആ കുന്നിൽ മുകളിൽ കയറി നോക്കുമ്പോൾ പടച്ചോനെ, അതാ കുന്നിന്റെ താഴ്വാരത്തുനിന്ന് ഈ വന്ന ആന അങ്ങനെ പുല്ല് തിന്നുന്നു. പുല്ലല്ല, എന്താണോ അതിന് വേണ്ട ഭക്ഷണം ശൈഖുന പറഞ്ഞു കൊടുത്ത് നിർദ്ദേശിച്ചത് അത് തിന്നുകയാണ്. വിശ്വസിച്ചില്ലേ? ഇതിൽ ആനക്കാണോ ഭ്രാന്ത്, CM നാണോ ഭ്രാന്ത്, കുഞ്ഞിക്കോയക്കാണോ ഭ്രാന്ത്, അതോ പറഞ്ഞ തളീക്കര തങ്ങൾക്കാണോ ഭ്രാന്ത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.